എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകൾ, അതായത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ വല്ല റിമാർക്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണ്ടെത്തുന്ന റിമാർക്സ് ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ജൂലൈ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ പൊതുവായിട്ട് വരുന്ന, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടാൻ ഇടയായിട്ടുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ ആ ഒരു കാര്യം നൽകിയിട്ടുണ്ട്. അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ NRI ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാത്തത് കാരണം തെറ്റിയിട്ടുണ്ട്, അതായത് ആ ഒരു തെറ്റ് കാരണം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിലെ ആ ഒരു റിസർവേഷൻ ഡിനേ ചെയ്തിട്ടുണ്ടാവും, അതായത് അത് നിരസിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തത് കാരണം അത് ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാൻ ഇടയായിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ നാറ്റിവിറ്റി, അതായത് നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങൾ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ SSLC അല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, ഇവയിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി, അതായത് ഒരു ഒറ്റ PDF ആക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആണ് ഈ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ SSLC സർട്ടിഫിക്കറ്റ്, അതായത് അവർ കേരളത്തിലാണ് ജനിച്ചതെങ്കിലാണ് ആ ഒരു ഡോക്യുമെൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. കേരളത്തിന് പുറത്താണെങ്കിൽ ജസ്റ്റ് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനിച്ച നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി അതിനോടൊപ്പം, അതായത് ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷനാണ്, എന്താണ് റിമാർക്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ, അതായത് നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, പല വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ നിങ്ങൾക്ക് റിമാർക്സ് വന്നിട്ടുണ്ടാകും. അതുപോലെ ചില വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും, അത് താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ആപ്ലിക്കേഷനിൽ എന്താണ് ഈ ഒരു, അതായത് റിമാർക്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ജൂലൈ 5-ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്താത്തതും ആവശ്യപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തതും കാരണമുണ്ടാകുന്ന അനന്തരഫലങ്ങൾക്ക് അപേക്ഷാർത്ഥികൾ തന്നെയാകും ഉത്തരവാദി. അതുപോലെ ആവശ്യപ്പെട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ ക്ലെയിം അപേക്ഷ നിരസിക്കപ്പെടുന്നതും ആയിരിക്കും. കാരണം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലാണ് തെറ്റുകൾ വരിക എന്നുള്ള കാര്യം സംബന്ധിച്ചുള്ള അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ആ ഒരു PDF കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറോ രജിസ്ട്രേഷൻ IDയോ അല്ലെങ്കിൽ ചലാൻ നമ്പറോ അറിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും രജിസ്റ്റേർഡ് ഇമെയിൽ ID നൽകി റിക്കവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നിവ റിക്കവർ ചെയ്ത് ലഭിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ IDയും അതുപോലെ പാസ്വേഡും നൽകുക. അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആ ഒരു ആക്സെപ്റ്റഡ്, അതായത് വെരിഫൈഡ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ആക്സെപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് വിവരങ്ങളും അതുപോലെ നിങ്ങളുടെ റിസർവേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും റിമാർക്സ് എന്താണ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് NRI ഡോക്യുമെൻറ്റ് ആ ഒരു ഡിനൈ ചെയ്തിട്ടുള്ള അതിൻ്റേതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ റിമാർക്സ് എന്താണ് അത് അവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അതിന് അടുത്തായിട്ട് തന്നെ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക്, അതായത് ആദ്യം തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ് PDF രൂപത്തിലാക്കുകയും അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റിൻ്റെ PDF കറക്റ്റ്
കറക്റ്റായിട്ട് നിങ്ങളൊരു പേര് കൊടുക്കുകയും ചെയ്യുക. കാരണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഏതിൻ്റെ ആ ഒരു റിമാർക്സിൻ്റേതാണ് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എന്നുള്ളത് മനസ്സിലാക്കി അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. സേവ് റിമാർക്സ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള അടുത്ത ഭാഗം വരും. അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഫൈനലായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും റിമാർക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.